നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീ പാറുന്ന പോരാട്ടം പ്രതീക്ഷിക്കുന്ന തൃശൂരിൽ ചിത്രം തെളിഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക കൂടി പുറത്തിറങ്ങിയതോടെ നഗരം തെരഞ്ഞെടുപ്പ് മൂഡിലായി. അവസാനഘട്ടം വരെ കോൺഗ്രസിന്റെ പട്ടിക നീണ്ടുപോയതോടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ആശങ്ക നിലനിന്നിരുന്നു. സാമുദായിക സമവാക്യങ്ങൾ കൂടി ഒത്തുവരണമെന്ന് കോൺഗ്രസിന്റെ നിലപാട് പലരുടെയും പേരുകൾ ഉയരാൻ കാരണമായി. ഒടുവിൽ തൃശൂർ മേയറായിരുന്ന രാജൻ ജെ പല്ലൻ തന്നെ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുമെന്ന് സ്ഥിരീകരണം വന്നു. 26 വർഷത്തോളം തേറമ്മിൽ രാമകൃഷ്ണൻ MLA ആയിരുന്ന തൃശൂർ മണ്ഡലം പിന്നീട് CPIയുടെ പിടിയിലൊതുങ്ങി. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ തട്ടി തകർന്നു. പൊതുപ്രവർത്തന രംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള രാജൻ പല്ലൻ മേയറായിരിക്കെ നഗരത്തിൽ സജീവമായി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ആളാണ്. 25 വർഷത്തോളമായി പ്രതിപക്ഷ നേതാവായും പല്ലൻ പ്രവർത്തിച്ചു. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം നേരത്തെ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. NDAയുടെ സ്ഥാനാർത്ഥിയായി ലീഡർ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ തന്നെ എത്തിയതോടെ തൃശൂരിൽ അങ്കച്ചൂടേറി. തൃശൂരിൽ വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടായതും ആത്മവിശ്വാസത്തിന് കാരണമാണ്. രാജൻ പല്ലൻ ഇതാദ്യമായാണ് നിയമസഭാ സീറ്റിൽ മത്സരിക്കുന്നത്. നേരത്തെ തൃശൂരിൽ 2 തവണ പരാജയപ്പെട്ട അനുഭവമാണ് പത്മജ വേണുഗോപാലിനുള്ളത്. രണ്ടും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമ്പോഴായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പത്മജ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്.